بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله محمد بن عبد الله وآله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته. കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ വായിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ചില കാര്യങ്ങളും ഒന്ന് രണ്ട് ആയത്തുകളും മലയാളത്തിൽ പറഞ്ഞപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ വ്യക്തമാക്കാണ്. ഒന്ന്, പുരുഷന്മാർക്ക് മാത്രം നിർബന്ധം എന്ന് പറഞ്ഞെടുത്ത് ഞാൻ ജിഹാദ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള പരിശ്രമം എന്ന് പറഞ്ഞു. ശരിക്കും അവിടെ ഉദ്ദേശം സാഹചര്യം വന്നാൽ യുദ്ധം ചെയ്യുകയാണ്. അപ്പം അതൊന്ന്. പിന്നെ 3 ആയത്തുകൾ അത് ഞാൻ ഇവിടെ ക്ലിയറായി പറയാണ്. ഒന്ന്, അധ്യായം 76 വചനം 1. മനുഷ്യൻ പ്രസ്താവ്യമായ ഒരു വസ്തുവേ ആയിരുന്നില്ലാത്ത ഒരു കാലഘട്ടം അവൻ്റെ മേൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ? പിന്നെ അധ്യായം 52 വചനം 35. അതല്ല, യാതൊരു വസ്തുവിൽ നിന്നുമല്ലാതെ അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണോ? അതല്ല, അവർ തന്നെയാണോ സൃഷ്ടാക്കൾ? പിന്നെ 68 അധ്യായം 35, 36. അപ്പോൾ മുസ്ലിങ്ങളെ നാം കുറ്റവാളികളെ പോലെ ആക്കുമോ? നിങ്ങൾക്കെന്ത് പറ്റി? നിങ്ങൾ എങ്ങനെയാണ് വിധി കൽപ്പിക്കുന്നത്? ഈ 3 ആയത്ത് കുറച്ച് പദങ്ങൾ ഉപയോഗിച്ചതിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ വ്യക്തമാക്കിയതാണ്. അത് ഇംഗ്ലീഷ് വായിച്ചപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ യു എന്നാണ് എഴുതിയത്, ശരിക്കും അത് നീ എന്നല്ല നിങ്ങൾ എന്നാണ്. ഇംഗ്ലീഷ് വായിച്ചപ്പോൾ എന്തായി? അങ്ങനെ പറ്റിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇനി നമ്മൾ പിന്നെ രണ്ടാമത്തെ റിസാലയിലേക്ക് പ്രവേശിച്ചു. അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. So we have started the second risala. Second risala is 3 important obligatory matters upon every Muslim, male and female. Then we read about no. What does the meaning of no? So what comes after no is ilam. After ilam is very important matter is going to be mentioned. That is why scholars say ilam, no. Then the dua, rahimakallah, may Allah have mercy upon you. Then what is meant by obligatory? Wujub. So whatever is obligatory for male is obligatory for female also, except what is being mentioned for female only. For example, one of the fundamental principle is for both it is same, but like learning knowledge, acting upon it, etc. And then we learned that 3 matters. Just reading and studying it is not enough. We have to learn from a teacher, scholar. We have to memorize and we have to comprehend. Otherwise, the benefit is not complete. It is not sufficient. And books are only a means of tools for learning. അപ്പം നമ്മൾ രണ്ടാമത്തെ പ്രബന്ധത്തിലേക്ക് പ്രവേശിച്ചു. അത് ഏതൊരു സത്യവിശ്വാസിയായ സ്ത്രീക്കും പുരുഷനും നിർബന്ധമായും പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ ഏലം മനസ്സിലാക്കി. ഏലം എന്ന് പറഞ്ഞതിന് ശേഷം വരുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുന്നതിന് മുമ്പാണ് ഏലം അറിയുക എന്ന് പറയുക. പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ല ദുആ ചെയ്യാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി, റഹിമക്കല്ലാ, അല്ലാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാകട്ടെ. പിന്നെ വാജിബ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ ആയത്തുകളും തെളിവുകളുമൊക്കെ മനസ്സിലാക്കി. പിന്നെ പുരുഷന് നിർബന്ധമായതൊക്കെ വുജൂബ്, നിർബന്ധം എന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പം പുരുഷന് നിർബന്ധമായതൊക്കെ സ്ത്രീക്കും നിർബന്ധമാണ്. പുരുഷന് മാത്രം പ്രത്യേകമായി പറഞ്ഞതൊഴികെ. ഇപ്പോൾ രണ്ടുപേർക്കും നിർബന്ധമായതാണ് എന്ത്? ഇൽമ് പഠിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് പഠിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ വായിച്ചു പോകലല്ല, ഒരു സ്റ്റഡി ക്ലാസ് അല്ല. നമ്മൾ ഒരു പണ്ഡിതൻ്റെ അടുത്ത് പഠിക്കണം.
അത് മനപ്പാടാക്കണം, അത് ശരിക്കും മനസ്സിലാക്കി ഗ്രഹിക്കണം. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് പുസ്തകം എന്ന് പറഞ്ഞാൽ പഠനത്തിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ മാത്രമാണ്. ശരിക്കൊരു അധ്യാപകൻ ഉണ്ടാകണം, പഠിച്ചത് മനപ്പാടമാക്കണം, അത് മനസ്സിലാക്കുകയും വേണം. And then we went to the first obligatory matter. Allah is the one who created us, provided for us, and has not left us without a purpose. And then we learned the evidences regarding it from the Quran. And that the heavens and the earth were not created without a purpose. But that is how the disbelievers will argue. But then Allah refuted them, rejected all that. And there is a purpose for this creation, and that is to worship Allah alone. And that there is a hereafter, and there is a necessity for the hereafter. If a person is obedient to Allah, follows His commands, undergoes many difficulties, but then he dies, and then he has no reward, then it is not worth a thing. There is no wisdom behind it. There has to be a hereafter. Similarly, a person who, another person, he disobeys Allah, kills people unjustly, takes their wealth, does all the harams, he dies and there is no punishment for him, then that is also no meaning, no wisdom. So there has to be a hereafter where the righteous ones are rewarded and those who disobey are punished. And then we learn the verses, those who believe and do righteous deeds, and those who are disbelievers or fujjars, they are not the same. This is not possible. It can never happen like that. They are not same. അപ്പം നമ്മൾ ആദ്യത്തെ നിർബന്ധ കാര്യം പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് വായിച്ചു, അതിൻ്റെ ദലീലുകളും വായിച്ചു. അതായത് അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്, നമുക്ക് ഉപജീവനം നൽകുന്നത്, നമ്മളൊരു ലക്ഷ്യമില്ലാതെ വെറുതെ വിട്ടിട്ടില്ല. ഇതിൻ്റെ ദലീലുകൾ നമ്മൾ പഠിച്ചു. സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം അള്ളാഹിനെ മാത്രം ആരാധിക്കാനാണെന്ന് നമ്മൾ പഠിച്ചു. സത്യനിഷേധികൾ പരലോകത്തിൽ നിഷേധിക്കുന്നു, കാലമാണ് നമ്മളെ നശിപ്പിക്കുന്നതെന്നാണ് അവരുടെ വാദം. ഇതൊക്കെ അള്ളാഹു ഖുർആനിലൂടെ വ്യക്തമായി നമുക്ക് മറുപടി തന്നു. ഒരു സത്യവിശ്വാസി അവൻ അള്ളാഹിനെ അനുസരിക്കുന്നു, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു, എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നു, എന്നിട്ട് അവൻ മരണപ്പെട്ടു പോകുന്നു, അതിനൊരു പ്രതിഫലവുമില്ല. അപ്പോൾ ഈ ജീവിതം നിരർത്ഥകമാണ്. അതേപോലെ വേറൊരു വ്യക്തി അള്ളാഹിനെ ധിക്കരിക്കുന്നു, അന്യായമായ ആളുകളെ വധിക്കുന്നു, സമ്പത്ത് അപഹരിക്കുന്നു, അവൻ മരണപ്പെടുന്നു, ഒരു ശിക്ഷയുമില്ലെങ്കിലും ഈ ജീവിതം കൊണ്ട് നിരർത്ഥകമാണ്. അപ്പോൾ ഒരു പരലോകം നിർബന്ധമാണ്. സത്യവിശ്വാസികൾക്ക് അവരുടെ പ്രതിഫലം കിട്ടാനും സത്യനിഷേധികൾക്ക് അവരുടെ ശിക്ഷ ലഭിക്കാനും. പിന്നെ നമ്മൾ ആയത്തുകൾ വായിച്ചു. സത്യവിശ്വാസികളും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരും സത്യനിഷേധികളും ഫുജ്ജാറുകളും, അതായത് കുറ്റവാളികളും ഒന്നും രണ്ടുപേരും സമമല്ല. അങ്ങനെ സംഭവിക്കുക സാധ്യമല്ല, അങ്ങനെ ഒരിക്കലും നടക്കില്ല. സത്യവിശ്വാസികൾക്ക് അവർക്ക് പ്രതിഫലമുണ്ട്, സത്യനിഷേധികൾക്ക് അവർക്ക് ശിക്ഷയുണ്ട്. Fal arsala ilayna rasulan, rather he sent a messenger to us, the Shara. It is not possible for us to worship Allah according to what we agreed with, or by blind following anyone from amongst the people. Rather, Allah has sent us a messenger to explain to us how we are to worship Him. This is because worship is based upon text, and it is not allowed to worship Allah with anything except that which He has legislated. അതുകൊണ്ട് അള്ളാഹു നമുക്ക് ദൂതനെ അയച്ചു. ഇതിൻ്റെ വിശദീകരണം നമുക്ക് യോജിച്ച കാര്യങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അന്ധമായ ജനങ്ങളിലെ ആരെങ്കിലും അന്ധമായി പിൻപറ്റിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല അള്ളാഹുവിനെ ആരാധിക്കുക. അത് അനുവദനീയമല്ല. എന്നാൽ ഇതിന്
അതുകൊണ്ട് അള്ളാഹു നമുക്ക് ദൂതന്മാരെ അയച്ചു എങ്ങനെയാണ് അവനെ ആരാധിക്കണം എന്ന് വിശദീകരിക്കാൻ വേണ്ടി. കാരണം വചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എങ്ങനെയാണ് ആരാധിക്കുക എന്ന് നമുക്ക് മനസ്സിലാവുക. അള്ളാഹു നിയമമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അള്ളാഹുവിനെ ആരാധിക്കാൻ പാടില്ല. So acts of worship are based upon that which the messengers brought, and the wisdom behind sending the messengers is that they explained to people how to worship their Lord. Also they prohibited them from ascribing partners to him, disbelieving in Allah the Mighty and Majesty. This was the duty of messengers alayhimus salatu wassalam. It was for this reason the messenger of Allah sallallahu alaihi wasallam said, Man amila amalan laysa alayhi amruna fahuwa raddun. Whoever does an action that is not according to this affair of ours will have it rejected. Muslim. അപ്പോൾ ദൂതന്മാർ കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെയാണ് ആരാധന ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാകാം. ദൂതന്മാരെ അയച്ചതിൻ്റെ പിന്നിലുള്ള യുക്തി അവർ നമുക്ക് എങ്ങനെ അള്ളാഹു നമ്മുടെ എങ്ങനെ രക്ഷിതാവിനെ ആരാധിക്കാം എന്ന് നമുക്ക് വിശദീകരിച്ചു തരും. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ്. മഹാനായ അള്ളാഹുവിനെ നിഷേധിക്കുന്നതും നിരോധിച്ചിരിക്കുകയാണ്. ഇതായിരുന്നു എല്ലാ ദൂതന്മാരുടെയും അലൈഹിമുസ്സലാത്തു വസ്സലാം കർത്തവ്യം. ഇതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു കർമ്മം കൊണ്ടുവന്നു അത് ഈ കാര്യത്തിൽ ഇല്ലാത്തതാണെങ്കിൽ അഥവാ ദീനിൽ ഇല്ലാത്തതാണെങ്കിൽ അത് തള്ളപ്പെടും. സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. So worship is that which is based upon text, and innovation, superstition and blind following is rejected. And worship is not taken except from legislation which the messenger of Allah sallallahu alaihi wasallam came with. അതുകൊണ്ട് ആരാധനയുടെ അടിസ്ഥാനം അത് വചനങ്ങളാണ്. പുതുതായി ഉണ്ടാക്കിയതോ അന്ധവിശ്വാസമോ അന്ധമായി പിൻപറ്റുന്നതോ ഇതൊക്കെ തള്ളപ്പെടുന്നതാണ്. ആരാധന എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ആവുന്നതല്ല. Rather he sent a messenger to us, means he is Muhammad sallallahu alaihi wasallam, the seal of the prophets, and he was sent to explain to us why we were created, and to explain to us how we are to worship Allah the Mighty and Majesty. And he has prohibited us from committing shirk, kufr and disobedience. This is the duty of Messenger sallallahu alaihi wasallam, and he has conveyed to us a clear message and has fulfilled his trust and has advised his ummah with clear instructions. Also he has left upon a clear path whose night is like his day, and no one deviates from it except that he will be destroyed. This is like what comes in the statement of Allah the Most High, Al-Yawma akmaltu lakum deenakum wa atmamtu alaykum ni'mati wa raditu lakum al-Islam deena. This day those who disbelieved has given up all hope of your religion. So fear them not, but fear me. This day I have perfected your religion for you, completed my favor upon you, and have chosen for you Islam as your religion. അതുകൊണ്ട് അവൻ നമുക്ക് ദൂതനെ അയച്ചു. ഇതിൻ്റെ അർത്ഥം ആ ദൂതൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, പ്രവാചകന്മാരുടെ മുദ്ര. അദ്ദേഹത്തെ അയച്ചത് നമ്മെ എന്തിനു സൃഷ്ടിച്ചത് എന്നത് വിശദീകരിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കണം എന്നത് വിശദീകരിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം ഷിർക്ക്, കുഫ്ർ, അള്ളാഹുവിനോടുള്ള അനുസരണക്കേട് ഇതെല്ലാം നിരോധിച്ചു. ഇതാണ് ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർത്തവ്യം. ഈ സന്ദേശം നമുക്ക് വ്യക്തമായി എത്തിച്ചു തന്നു, അത് പൂർത്തീകരിച്ചു തന്നു. അങ്ങനെ ഈ ഉമ്മത്തിന് ഉപദേശം നൽകുകയും ചെയ്തു, വ്യക്തമായ നിർദ്ദേശങ്ങളോടെ നമുക്ക് വ്യക്തമായ ഒരു വഴി കാണിച്ചു തന്നു. അതിൻ്റെ രാത്രി പകല് പോലെ വ്യക്തമാണ്. അതിൽ നിന്ന് ആരും വ്യതിചലിക്കുകയില്ല, അവൻ നശിപ്പിക്കപ്പെട്ടതല്ലാതെ. ഇത് അള്ളാഹു പറഞ്ഞതുപോലെയാണ്. അധ്യായം 5 വചനം 3. ഇന്നേ ദിവസം സത്യനിഷേധികൾ നിങ്ങളുടെ മതത്തെ നേരിടുന്നതിൽ നിന്ന് നിരാശരാണ്. അവരെ നിങ്ങൾ ഭയപ്പെടരുത്, എന്നെ ഭയപ്പെടുക.
ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു, എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് നിറവേറ്റി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ട് തന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഫമൻ അതാഅഹു ദഖലൽ ജന്ന വമൻ അസാഹു ദഖലൻ നാർ. So whoever obeys him will enter paradise and whoever disobeys him will enter fire. ആരൊക്കെ അദ്ദേഹത്തെ അനുസരിക്കുന്നുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, ആരൊക്കെ അദ്ദേഹത്തെ ധിക്കരിക്കുന്നുവോ അനുസരണക്കേട് കാണിക്കുന്നുവോ അവൻ നരകത്തിൽ പ്രവേശിക്കും. ദശറ ഇതിൻ്റെ വിശദീകരണം. So whoever obeys him means he who obeys him in that which he has commanded will enter paradise. ആരൊക്കെ അദ്ദേഹത്തെ അനുസരിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അനുസരിക്കുന്നവൻ, അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ്. And whoever disobeys him means he who disobeys him from that which he has prohibited will enter fire. And this is something that is confirmed many times in the Quran. Allah says, Man yuti'ir rasula faqad ata Allah. He who obeys the messenger Muhammad sallallahu alaihi wasallam has indeed obeyed Allah. Chapter 4 verse 80. Wama arsalna min rasulin illa liyuta'a bi'iznillah. We sent no messenger but to be obeyed by Allah's leave. Chapter 4 verse 64. Wa in tuti'uhu tahtadu. If you obey him, you shall be on the right guidance. Chapter 24 verse 54. Wa atiyur rasula la'allakum turhamun. And obey the messenger Muhammad sallallahu alaihi wasallam that you may receive mercy from Allah. Chapter 24 verse 56. ആരൊക്കെ അദ്ദേഹത്തെ ധിക്കരിക്കുന്നുവോ, ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അദ്ദേഹത്തെ ധിക്കരിക്കുന്നവൻ, അദ്ദേഹം വെടിയാൻ പറഞ്ഞ കാര്യങ്ങൾ ധിക്കരിക്കുന്നവൻ അവൻ നരകത്തിൽ പ്രവേശിക്കും. ഇത് നിരവധി തവണ ഖുർആനിൽ വ്യക്തമാക്കിയതാണ്. അള്ളാഹു പറഞ്ഞു, ദൂതനെ അനുസരിക്കുന്നവൻ അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുന്നവൻ തീർച്ചയായും അള്ളാഹുവിനെ അനുസരിച്ചു. അധ്യായം 4 വചനം 80. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അനുസരിക്കപ്പെടാനല്ലാതെ നാം ഒരു ദൂതനെയും അയച്ചിട്ടില്ല. അധ്യായം 4 വചനം 64. അദ്ദേഹത്തെ അനുസരിച്ചാൽ നിങ്ങൾ സന്മാർഗം പ്രാപിച്ചു. അധ്യായം 24 വചനം 54. ദൂതനെ അനുസരിക്കുക, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ചേക്കാം. അധ്യായം 24 വചനം 56. So whoever obeys him will be guided and will enter paradise, and whoever disobeys him will go astray and will enter the fire. The Prophet sallallahu alaihi wasallam said, all of my ummah will enter paradise except those who refuse. So it was said, and who will refuse, O Messenger of Allah? He said, whoever obeys me will enter paradise, and whoever disobeys me will enter fire. Bukhari. And what is meant by his sallallahu alaihi wasallam statement, refuse, is that the person refuses to enter paradise. The Prophet sallallahu alaihi wasallam also said in another narration, by him, Allah, in whose hand Muhammad's soul is, there is none from amongst the Jews and Christians of these present nations who hears about me and then dies without believing in the message with which I have been sent, but he will be from the dwellers of hell, fire. Muslim. So whoever obeys him will enter paradise, and whoever disobeys him will enter fire. And this is what separates the believer from the disbeliever. അതുകൊണ്ട് ആരൊക്കെ അദ്ദേഹത്തെ അനുസരിച്ചുവോ അവർക്ക് സന്മാർഗമാണ്, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. ആരൊക്കെ അദ്ദേഹത്തെ അനുസരിച്ചില്ല, ധിക്കാരം കാണിച്ചോ അവൻ പിഴച്ചു പോകും, അവൻ നരകത്തിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തെല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കും, വിസമ്മതിച്ചവരൊഴികെ. അപ്പോൾ പറയപ്പെട്ടു, ആരാണ് വിസമ്മതിച്ചത്? അല്ലയോ അള്ളാഹുവിൻ്റെ ദൂതനെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരൊക്കെ എന്നെ അനുസരിച്ചോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, ആരൊക്കെ എന്നെ ധിക്കരിച്ചോ അവൻ നരകത്തിൽ പ്രവേശിക്കും. ബുഖാരി. അപ്പോൾ വിസമ്മതിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ അർത്ഥം അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിസമ്മതിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു വേറൊരു റിപ്പോർട്ടിൽ,
മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, ജൂതന്മാരും ക്രൈസ്തവരും എന്നെക്കുറിച്ച് കേൾക്കുകയും ഞാൻ അയച്ച ഈ സന്ദേശത്തെ വിശ്വസിക്കാതെ മരണപ്പെടുകയും ചെയ്താൽ അവർ നരകത്തിൻ്റെ ആളുകളായിരിക്കും. മുസ്ലിം. അതുകൊണ്ട് ആരൊക്കെ അദ്ദേഹത്തെ അനുസരിച്ചോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, ആരൊക്കെ അദ്ദേഹത്തെ ധിക്കരിച്ചോ അവൻ നരകത്തിൽ പ്രവേശിക്കും. ഇതാണ് സത്യവിശ്വാസിയെയും സത്യനിഷേധിയെയും വേർതിരിക്കുന്ന കാര്യം. والدليل قوله تعالى إنا أرسلنا إليكم رسولا شاهدا عليكم كما أرسلنا إلى فرعون رسولا فعصى فرعون الرسول فأخذناه أخذا وبيلا. And the proof of this saying of the Most High, verily we have sent to you a messenger, Muhammad sallallahu alaihi wasallam, to be a witness over you, as we did send a messenger Musa alayhi salam to Fir'aun. But Fir'aun disobeyed the messenger Musa alayhi salam. So we seized him with a severe punishment. Chapter 73, verse 15 to 16. അത്യുന്നതനായ അള്ളാഹുവിൻ്റെ ഈ തെളിവാണ്, തീർച്ചയായും നിങ്ങൾക്ക് നാം ദൂതനെ അയച്ചു തന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, നിങ്ങൾക്ക് സാക്ഷിയാകാൻ വേണ്ടി. ഫിർഔനിന് ദൂതൻ അയച്ചതുപോലെ, അഥവാ മൂസ അലൈഹിസ്സലാം. പക്ഷേ ഫിർഔൻ ദൂതനെ ധിക്കരിച്ചു, അഥവാ മൂസ അലൈഹിസ്സലാമിനെ. അതുകൊണ്ട് നാം അടുത്ത ശിക്ഷയുടെ ഒരു പിടുത്തം പിടിച്ചു ഫിർഔനിനെ. ദശറ, ഇതിൻ്റെ വിശദീകരണം. ആൻഡ് ദ പ്രൂഫ് മീൻസ് ദ പ്രൂഫ് ഫോർ സെൻഡിങ് ദ മെസ്സഞ്ചർ. തെളിവ് എന്ന് പറഞ്ഞാൽ ദൂതനെ അയക്കുന്നതിനുള്ള തെളിവ്. വാട്ട് ഈസ് മെൻ ബൈ സേയിങ് ഓഫ് Allah, verily we is known as the royal we, and the meaning of his saying we sent, likewise this refers to the royal we, and it means that Allah sent him with inspiration. Allah saying to you means to mankind and jinns, and this is addressing of all of mankind, because this message of messenger is general and suitable for all of mankind until the hour is established. തീർച്ചയായും നാം എന്ന് പറയുന്നത് അത് അതിൻ്റെ ഗാംഭീര്യത്തെ സൂചിപ്പിക്കാനാണ്. നാം അയച്ചു എന്ന് പറയുന്നതും അതിൻ്റെ ഗാംഭീര്യത്തെ സൂചിപ്പിക്കാനാണ്. നിങ്ങൾക്ക് എന്ന് പറയുന്നത് മനുഷ്യർക്കും ജിന്നുകൾക്കുമാണ്. ഇത് മുഴുവൻ മനുഷ്യരെയും അഭിസംബോധന ചെയ്യുകയാണ്. കാരണം ദൂതൻ്റെ സന്ദേശം പൊതുവായിട്ടാണ്. അത് അന്ത്യസമയം സ്ഥാപിക്കപ്പെടുന്നത് വരെ ഉള്ള മുഴുവൻ മനുഷ്യർക്കുമാണ്. Our messenger means Muhammad sallallahu alaihi wasallam. To be a witness over you means a witness in the sight of Allah, the Most High, on the day of resurrection, that He has conveyed to you His message and established the proof against you, just like Allah said, رُسُلًا مُبَشِّرِينَ وَمُنذِرِينَ لِأَلَّا يَكُونَ لِلنَّاسِ عَلَى اللَّهِ حُجَّةٌ بَعْدَ الرُّسُلِ. Messengers are bearers of good news as well as of warning, in order that mankind should have no plea against Allah after the coming of messengers. So no one can come and say on the day of judgment, I did not know that I was created for the purpose of worshipping Allah, or I did not know what was obligated upon me or what was prohibited to do. So no one will be able to say this, because the messengers alayhimus salatu wassalam conveyed to them the message, and the ummah of Muhammad is a witness against them. Allah said, وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ وَيَكُونَ الرَّسُولُ عَلَيْكُمْ شَهِيدًا. Thus we have made you true Muslims, real believers of Islamic monotheism, true followers of Prophet Muhammad sallallahu alaihi wasallam and his sunnah, a just and best nation, that you be witness over mankind, and the messenger Muhammad sallallahu alaihi wasallam be a witness over you. നിങ്ങൾക്ക് സാക്ഷികളാവാൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ സാക്ഷിയാവുകയാണ്. ഖിയാമത്ത് നാളിൽ അദ്ദേഹം അള്ളാഹുവിൻ്റെ സന്ദേശം നമുക്ക് എത്തിച്ചു തന്നു. എല്ലാ തെളിവുകളും നമുക്കെതിരെ സ്ഥാപിച്ചു തന്നു. അള്ളാഹു പറഞ്ഞു, ദൂതന്മാർ സന്തോഷവാർത്ത അറിയിക്കുന്നവരും
താക്കീത് നൽകുന്നവരുമാണ്. അവർ വന്നതിന് ശേഷം പിന്നെ അള്ളാഹ്ക്കെതിരെ ഒരു ന്യായവും ഒരു പരാതിയും ഇനി പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഖിയാമത്ത് നാളിൽ ആർക്കും ഇനി പറയാൻ സാധ്യമല്ല, എനിക്കറിയില്ല എന്നെ എന്തിനു സൃഷ്ടിച്ചു, എന്താണ് ആരാധന കർമ്മം എന്തിനാണ് നമ്മൾ ആരാധന കർമ്മം ചെയ്യുന്നതിൻ്റെ, ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്, എൻ്റെ മേൽ നിർബന്ധമാക്കപ്പെട്ടത്, എന്താണ് നിരോധിച്ചത്, ഇതൊന്നും ആർക്കും ഇനി പറയാൻ കഴിയുകയില്ല. കാരണം ദൂതന്മാർ അവരുടെ സന്ദേശം എത്തിച്ചു കഴിഞ്ഞു. അങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് ഇതിനെതിരെ സാക്ഷിയായി, അവർക്കെതിരെ സാക്ഷിയായി. അള്ളാഹു പറഞ്ഞു, നിങ്ങളെ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുന്നവരാക്കിയിട്ടുണ്ട്. അഥവാ ഉത്തമ സമുദായം, ഏറ്റവും നല്ല സമുദായം. നിങ്ങൾ ജനങ്ങളുടെ മേൽ സാക്ഷികളാകാൻ ദൂതൻ അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സാക്ഷി ആയതുപോലെ. This ummah will also be brought as a witness against the previous nations that their messengers have indeed conveyed Allah's message unto them. For this is what has been recorded in their book, Al-Quran, in which Allah has informed them what has occurred between the previous nations and their messengers. All this we know by way of the book of Allah, the mighty and majestic, which falsehood cannot approach it from before it or behind it. It is sent down by Allah, by the all-wise, worthy of all praise, Allah Azza wa Jal. ഈ ഉമ്മത്തിലെ മറ്റു ഉമ്മത്തുകൾക്കെതിരെയും സാക്ഷിയെ കൊണ്ടുവരും. അവരുടെ ദൂതന്മാർ ഈ സന്ദേശം, അള്ളാഹുവിൻ്റെ ഈ സന്ദേശം അവർക്ക് എത്തിച്ചു കൊടുത്തത്, ഇത് അള്ളാഹിൻ്റെ ഖുർആനിൽ അള്ളാഹ് നമ്മളോട് പറഞ്ഞ കാര്യമാണ്. പൂർവിക ഉമ്മത്തുകൾക്ക് സംഭവിച്ച കാര്യങ്ങൾ, അവരുടെ ദൂതന്മാരെ കുറിച്ചും ഇതെല്ലാം നമുക്ക് അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് അറിയാൻ പറ്റുന്ന കാര്യമാണ്. മഹാനായ അള്ളാഹു ഇതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. അസത്യം അതിൻ്റെ മുമ്പിൽ നിന്നോ പിന്നിൽ നിന്നോ വരുവാൻ സാധ്യമല്ല. ഇതിറക്കിയത് ഏറ്റവും യുക്തിമാനും എല്ലാ സ്തുതിക്കും അർഹനായ അള്ളാഹു അസ്സ വജലാണ്. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.